ഹലോ റീഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പേപ്പർ പ്ലോട്ട്. അപ്പോൾ ഇത് ജൂൺ റാപ്പപ്പ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ മെയ് റാപ്പപ്പ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് പോസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ഇതാ ജൂൺ റാപ്പപ്പ്. ജൂൺ എന്ന് പറയുന്ന മാസം ഭയങ്കര ഷോക്കായിരുന്നു. എനിക്ക് നല്ലൊരു 5 സ്റ്റാർ കിട്ടിയില്ല. ലൈക്ക് കുറച്ച് ആയി എനിക്കൊരു നല്ലൊരു 5 സ്റ്റാർ കിട്ടിയിട്ട്. സോ നൗ ഞാൻ ഈ മാസം വായിക്കുന്നതിനെ പറ്റി ഞാൻ കുറച്ചുകൂടെ ബോധേഡ് ആണ്. ലൈക്ക് നല്ല ബുക്സ് മാത്രം ചൂസ് ചെയ്യാൻ നോക്കാം. സോ നിങ്ങളുടെ 5 സ്റ്റാർ ബുക്സ് ഒക്കെ താഴെ കമന്റ് ചെയ്യണം. ഐ വിൽ ചെക്ക് ഇറ്റ് ഔട്ട്. ദ ഫസ്റ്റ് ബുക്ക് ഞാൻ ജൂൺ മാസം വായിച്ചത് ദ ബോയ് ഫ്രണ്ട് ബൈ ഫ്രീഡ മക്ഫാഡൻ. ഇത് ഞാനൊരു വീഡിയോക്ക് വേണ്ടിയിട്ടാണ് വായിച്ചത്. സോ നിങ്ങൾക്ക് ഡീപ്പർ ആയിട്ടുള്ള റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ചെക്ക് ദാറ്റ് വീഡിയോ. സോ ഇവിടെ ഞാൻ ബ്രീഫ് ആയിട്ടായിരിക്കും പറയുന്നത്. സോ ഇതിൽ 2 ടൈം ലൈനാണ് വരുന്നത്. ഫസ്റ്റ് ടൈം ലൈൻ എന്ന് പറയുന്നത് സിഡ്നി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ്. അവൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരാളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഡേറ്റിംഗ് ആപ്പിൽ സെർച്ച് ചെയ്യണം. അങ്ങനെയാണ് അവള് കെവിൻ എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് ഡേറ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ആള് വിചാരിച്ച പോലെയല്ല, ആള് കുറച്ച് ഡേഞ്ചറസ് ആണെന്നുള്ളത്. ആൻഡ് ദെൻ ഹി ട്രൈസ് ടു അറ്റാക്ക് ഹെർ. ബട്ട് എങ്ങനെയൊക്കെയോ അവൾ അതിൽ നിന്ന് രക്ഷപ്പെടും. അങ്ങനെ ഇതൊക്കെ അവൾ അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. വൺ ഡേ അവളും അവളുടെ ഫ്രണ്ട് പുറത്തിറങ്ങുന്ന സമയത്ത് അവളെ കാത്ത് നിൽക്കുന്നുണ്ടാവും. സോ ഹീസ് ലൈക്ക് ഒരു ഒബ്സസീവ് കൈൻഡ് ഓഫ് ആളാണ്. ആൻഡ് ദെൻ ഒരു ദുരൂഹമായ സിറ്റുവേഷനിൽ അവളുടെ ഈ ഒരു ഫ്രണ്ട് മരണപ്പെടുകയാണ്. അപ്പോൾ അവൾക്ക് കുറച്ച് സംശയങ്ങൾ, ലൈക്ക് ഇതിൻ്റെ ബിഹൈൻഡ് ആരായിരിക്കും, ലൈക്ക് ഈ ഒരു അവളെ ഡേറ്റിങ്ങിന് പോയ ആളാണോ എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവളെ പിന്തുടരാൻ. ദെൻ ഷീ ട്രൈസ് ടു ഡിഗിൻ. അതാണ് നമുക്ക് ഫസ്റ്റ് ടൈം ലൈനിൽ കിട്ടുന്നത്. നെക്സ്റ്റ് ടൈം ലൈനിലുള്ള മെയിൻ ക്യാരക്ടറാണ് ടോം. അവനൊരു ഹൈസ്കൂളറാണ്. ആൻഡ് ഹീ ഈസ് ലൈക്ക് ഇൻ ലവ് വിത്ത് ഡെയ്സി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിട്ട്. ബട്ട് ദെൻ ടോമിൻ്റെ പാരൻറ്ഹുഡ് അത്രയും അടിപൊളിയല്ല. ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരു പാരൻറ്ഹുഡാണ്. ആൻഡ് ടോമിൻ്റെ തലയിലൂടെ പോകുന്ന കാര്യങ്ങളും ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ അതാണ് 2 ടൈം ലൈനും. ഓൺലി നിങ്ങൾ വായിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എവിടെയാണ് ഇത് കണക്റ്റ് ആവാൻ പോകുന്നതെന്ന്. കണക്റ്റ് ആയ രീതി എവിടേക്കോ എനിക്ക് ഇഷ്ടമായി. ബട്ട് ദെൻ ചില ട്വിസ്റ്റ് ഒക്കെ ഭയങ്കര വീക്കായിട്ട് തോന്നി. ആക്ച്വലി ഈ ബുക്ക് ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആണെന്നാണ് പറയാറ്. ബട്ട് ഫ്രീഡ മക്ഫാഡന്റെ ബാക്കിയുള്ള ബുക്ക് വെച്ച് നോക്കുമ്പോൾ എനിക്കിത് കുറച്ച് അത്രയും ഫാസ്റ്റ് പേസ്ഡ് അല്ലാത്ത തോന്നി. അതുപോലെ ഈ ക്യാരക്ടേഴ്സിലൊന്നും ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റഡ് അല്ലാത്ത പോലെ, ലൈക്ക് അവർക്ക് വാട്ട് എവർ ഹാപ്പൻസ് ഗെറ്റ് ഇറ്റ് ഡൺ, ആ ഒരു കൈൻഡ് ഓഫ് ഫീലായിരുന്നു. സോ അതുകൊണ്ടാണ് ദിസ് ഇസ് എ 2.5 സ്റ്റാർ റേറ്റ്. സോ ദ നെക്സ്റ്റ് ബുക്ക് ഈസ് സംവെയർ ബിയോണ്ട് ദ സീ. ഇത് ഹൗസ് ഇൻ സെറുലിയൻ സീയുടെ സീക്വൽ ആണ്. ഹൗസ് ഇൻ സെറുലിയൻ സീ അറിയില്ലെങ്കിൽ അതിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഐലൻഡിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഒരു ഗ്രൂപ്പ് ഓഫ് കിഡ്സ് ഇൻ എൻ ഓർഫനേജ്. ലൈനസ് ബേക്കർ എന്ന് പറയുന്ന ഒരു കെയർ ടേക്കറാണ്. അയാൾ ഈ ഓർഫനേജ് വിസിറ്റ് ചെയ്തിട്ട് ആ ഓർഫനേജിൽ നടക്കുന്നത് നല്ല കാര്യങ്ങളാണോ അനീതിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരാളാണ്. ആൻഡ് ദെൻ ഹി വിസിറ്റ്സ് ദിസ് ഐലൻഡ്. അപ്പോൾ ഈ ഐലൻഡിലുള്ള ഓർഫനേജിലുള്ള കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സൂപ്പർ പവറുള്ള കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവർ ഐസൊലേറ്റഡ് ആണ്. ബിക്കോസ് അവരെല്ലാവർക്കും പേടിയാണ്. ബിക്കോസ് ദേ ഹാവ് ഒരുപാട് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കഴിവുകൾ അവർക്കുണ്ട്. അങ്ങനെ ലൈനസ് ബേക്കർ വരുമ്പോൾ ബട്ട് ദെൻ ഹി ഗെറ്റ്സ് ടു നോ ലൈക്ക് അവരൊന്നും അത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരല്ല. അതുപോലെ ഈ ഓർഫനേജിന്റെ മെയിൻ കൊണ്ടു നടക്കുന്ന ആളെന്ന് പറയുന്നത് ആർത്തറാണ്. സോ ഈ ആർത്തർ നല്ലൊരു മനുഷ്യനാണ് എന്നൊക്കെ ഉള്ളത് പിന്നെ ലൈനസ് ബേക്കറിന് മനസ്സിലാവാണ് ഫസ്റ്റ് ബുക്കിൽ. സെക്കൻഡ് ബുക്കിൽ ലൈനസ് ബേക്കറും ആർത്തറും ഒക്കെ ഈ കുട്ടികളുമായിട്ട് ഐലൻഡിൽ സ്പെൻഡ് ചെയ്യുന്നതാണ്. ആൻഡ് ദെൻ അവർക്കൊരു പ്രോബ്ലം ഉണ്ട്. ലൈക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാജിക്കൽ യൂത്ത് എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വേറൊരാൾ വരികയാണ്, ലൈക്ക് ടു പ്രൂവ് ഈ കുട്ടികൾ ഡേഞ്ചറസ് ആണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട്. സോ അതുമായിട്ട് ഡീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ബുക്കിൽ കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ആർത്തറിൻ്റെ കുറച്ച് ബാക്ക് ആയിട്ടുള്ള സ്റ്റോറി, എങ്ങനെയാണ് ആർത്തർ ഈ ഒരു ഐലൻഡിൽ എത്തിയത്, ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തത്, ഇതൊക്കെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഐ റിയലി എൻജോയ്ഡ് ദോസ് പാർട്സ്. ബട്ട് ഫസ്റ്റ് ബുക്ക് വായിച്ചപ്പോൾ ഐ റിയലി എൻജോയ്ഡ് ഓൾ ദീസ് ക്യാരക്ടേഴ്സ്. ആൻഡ് എനിക്ക് അത്യാവശ്യം അവരെ പറ്റിയിട്ടുള്ള ക്യാരക്ടർ ഗ്രോത്തും എല്ലാം എനിക്ക് ഫസ്റ്റ് ബുക്കിൽ തന്നെ ഇനഫായിരുന്നു. ബട്ട് ദെൻ റീഡിങ് അഗെയിൻ അവരുടെ ഈ ഒരു അഡോറബിൾ മൊമെന്റ്സ്, അഡോറബിൾ ലവ്ലി ആയിട്ടുള്ള കാര്യങ്ങൾ അഗെയിൻ റീഡിങ് ഇൻ എ 400+ പേജസ് ബുക്കിൽ എന്ന് പറയുമ്പോൾ അത് കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നി. എവിടേക്കോ ലൈക്ക് ആ ഒരു അഡോറബിൾ തിങ് ടൂ മച്ച് ആയോ എന്ന് തോന്നിപ്പോയി. അതാണ് ഈ ഒരു ബുക്കുമായിട്ടുള്ള എൻ്റെ ഒരു ഇഷ്യൂ. സോ ദിസ് വാസ് എ 3 സ്റ്റാർ റീഡ്. ബട്ട് നിങ്ങൾ സെറുലിയൻ സീ ഒരുപാട് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇനിയും വേണം, ഇനിയും ആ ക്യാരക്ടേഴ്സിനെ പറ്റി വായിക്കണം, നിങ്ങൾ അത്രയും അറ്റാച്ച്ഡ് ആണ് തോന്നുകയാണെങ്കിൽ യു ഷുഡ് റീഡ് ദിസ് വൺ ബിക്കോസ് യു വിൽ ലവ് ഇറ്റ്. ദ നെക്സ്റ്റ് വൺ ഇസ് ബിഫോർ ദ കോഫി ഗെറ്റ്സ് കോൾഡിൻ്റെ 2ാമത്തെ ബുക്ക്. സോ
ബിഫോർ ദ കോഫി ഗെറ്റ്സ് കോൾഡ് എന്ന് പറയുന്ന ബുക്കിൽ ഒരുപാട് ഷോർട്ട് സ്റ്റോറീസ് ആണ്. ലൈക്ക് അതിൽ മെയിൻ എന്ന് പറയുന്നത് ആർക്കെങ്കിലും പാസ്റ്റിലോട്ടോ ഫ്യൂച്ചറിലോട്ടോ ടൈം ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു കഫേ വിസിറ്റ് ചെയ്യും. ആൻഡ് ദെൻ ഈ കോഫി കോൾഡ് ആവുന്നതിന് മുന്നേ അവർക്ക് പാസ്റ്റിൽ പോകാൻ പറ്റും, ആൻഡ് ദെൻ ഓർ ഫ്യൂച്ചറിൽ പോകാൻ പറ്റും. ആൻഡ് ദെൻ ദേ ഹാവ് ടു കം ബാക്ക് ബിഫോർ ദ കോഫി ഗെറ്റ്സ് കോൾഡ്. അതാണ് ബിഫോർ ദ കോഫി ഗെറ്റ്സ് കോൾഡ് സീരീസിൽ വരുന്നത്. ലൈക്ക് ഓരോ ബുക്സിലും 4 ഷോർട്ട് സ്റ്റോറീസ് ആയിട്ടാണ് വരുന്നത്. ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ്, ഓരോരുത്തർക്ക് അവർക്ക് എന്തുകൊണ്ടാണ് അവർ പാസ്റ്റിലോട്ട് പോകുന്നത് അല്ലെങ്കിൽ ഫ്യൂച്ചറിലോട്ട് പോകുന്നത്, അവർക്ക് എന്താണ് ശരിയാക്കേണ്ടത്. ബട്ട് ഈ ഒരു ടൈം ട്രാവൽ കാരണം ലൈക്ക് അവരുടെ വാട്ട് എവർ ആ ഒരു ഡെസ്റ്റിനി ഒന്നും മാറ്റാൻ കഴിയില്ല. ബട്ട് ദേ ക്യാൻ വിസിറ്റ്, അവർ മിസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ, മരിച്ചുപോയ ആൾക്കാരുണ്ടെങ്കിൽ ദേ ക്യാൻ ജസ്റ്റ് വിസിറ്റ് ദം. അപ്പോൾ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്, നല്ല അടിപൊളിയാണ്. ലൈക്ക് ഐ റിയലി ലവ് ബിഫോർ ദ കോഫി ഗെറ്റ്സ് കോൾഡ്. സോ ഫസ്റ്റ് ബുക്കിൽ എനിക്ക് തോന്നുന്നു 3rd സ്റ്റോറിയാണ് തോന്നുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. ഇതിൽ എനിക്ക് ഫസ്റ്റ് സ്റ്റോറിയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. സോ ഇത് എഴുതിയിരിക്കുന്നത് ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ട്, ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള വെരി ഷോർട്ട് സ്റ്റോറീസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഫ് യു നീഡ് സംതിങ് വെരി ഇമോഷണൽ അല്ലെങ്കിൽ കുറച്ചായിട്ട് വായിക്കാൻ പറ്റിയ ഒരു ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് യുവർ ബെസ്റ്റ്. ദ നെക്സ്റ്റ് ബുക്ക് ഐ ഹാവ് റെഡ് ഈസ് ഒരിക്കൽ ബൈ എൻ മോഹനൻ. അപ്പോൾ ഇതൊരു കുഞ്ഞ് ഷോർട്ട് ബുക്കാണ്. അപ്പോൾ ഇതിലൊരു ലവ് സ്റ്റോറിയാണ്. അപ്പോൾ ഇതിൽ ഒരു 2 ഭയങ്കരമായിട്ട് സാഹിത്യവും അല്ലെങ്കിൽ എന്താ പറയുക പോയംസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന 2 പേര് കോളേജ് സമയത്ത് മീറ്റ് ചെയ്തിട്ട് ദേ ഫോൾ ഇൻ ലവ്. എവറി ഡേ അവരുടേതായിട്ടുള്ള ആ ഒരു സാഹിത്യ ലോകത്തുള്ള കാര്യങ്ങൾ അവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. ആൻഡ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ബട്ട് ദെൻ അൺഫോർച്ചുനേറ്റ്ലി അവർ തമ്മിൽ പിരിയേണ്ടി വരികയാണ്. ലൈക്ക് ഇതിലെ ഫീമെയിൽ ക്യാരക്ടർ മെയിൽ ക്യാരക്ടറിനെ ഡംപ് ചെയ്യാണ്. ആൻഡ് ദെൻ ആഫ്റ്റർവേർഡ്സ് ദേ മീറ്റ് അഗെയിൻ. സോ അങ്ങനെയുള്ളൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ബട്ട് മൈ പ്രോബ്ലം വിത്ത് ദിസ് വാസ് ലൈക്ക് ഭയങ്കര സാഹിത്യപരമായിട്ടാണ് എഴുതിയിട്ടുള്ളത്, ഭയങ്കര സാഹിത്യപരമായിട്ട്. ആൻഡ് ഓൾസോ ദ ഫോക്കസ് ലവ് സ്റ്റോറീനെ മറിച്ച് വേറെയും കാര്യങ്ങൾ ലൈക്ക് സാഹിത്യപരമായിട്ടുള്ള വേറെയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് വെനെവർ ഐ വാസ് റീഡിങ് ഓരോ പാസേജ് വായിക്കുമ്പോഴും ലൈക്ക് എനിക്ക് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സോ ഈവൻ ദോ ചെറിയ ബുക്കാണെങ്കിൽ ഇറ്റ് ടുക്ക് മീ ലോട്ട് ഓഫ് ടൈം ടു റീഡ്. ആൻഡ് എനിക്കത് കണ്ട് റെഡി ആവുന്നില്ലായിരുന്നു. എനിക്ക് വായിച്ചിട്ട് പല കാര്യങ്ങളും ഭയങ്കര സാഹിത്യപരമായിട്ടാണ് എഴുതിയിട്ടുള്ളത്, ഒരിക്കലും ഡയറക്റ്റ് അല്ല. ബട്ട് സ്റ്റിൽ ഐ റിയലി എൻജോയ്ഡ് ദ സ്റ്റോറി. ഇറ്റ്സ് എ ട്രാജിക് വൺ ബട്ട് സ്റ്റിൽ വെരി ഇമോഷണൽ ആൻഡ് വെരി ബ്യൂട്ടിഫുൾ. The next one is The Man Who Died Twice. This is a second book from the Thursday Murder Club series. I really had a good time reading this one. കാരണം ഈ ക്യാരക്ടേഴ്സ് എന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഫസ്റ്റ് ബുക്കിൽ തന്നെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗെയിൻ റീഡിങ് അബൌട്ട് ദം വാസ് സോ മച്ച് ഫൺ. സോ നിങ്ങൾക്ക് തേഴ്സ്ഡേ മർഡർ ക്ലബിനെ പറ്റി അറിയില്ലെങ്കിൽ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് കൂപ്പർ ചേസ് എന്ന് പറഞ്ഞിട്ടൊരു ടൗണിലാണ്. ആൻഡ് ദെൻ അവിടെയുള്ള ഒരു റിട്ടയർമെൻറ്റ് ഹൗസിലുള്ള 4 വയസ്സായ ആൾക്കാർ, അവർ 2 ആണും 2 പെണ്ണും, അവർ കൂടി ചേർന്ന് കോൾഡ് കേസസ് ഒക്കെ കണ്ടുപിടിക്കുന്നതാണ് ഇതിലെ സ്റ്റോറി. അപ്പോൾ ഇതിൽ ഒരുപാട് ബുക്സ് ഉണ്ട് ഈ സീരീസിൽ. അപ്പോൾ ഓരോന്നിലും ഓരോ മിസ്റ്ററീസ് ആണുള്ളത്. സോ ഇതിൽ മിസ്റ്ററി എന്ന് പറയുന്നത് എലിസബത്തിന്റെ എക്സ് ബോയ് ഫ്രണ്ട് ഒരു ലെറ്റർ എഴുതാണ് എലിസബത്തിന്, ലൈക്ക് സെയിം അയാള് ഒരു ഡയമണ്ട് മോഷ്ടിച്ചിട്ടുണ്ട്. ആൻഡ് ദെൻ ഈ ഡയമണ്ടിന്റെ ഉടമ അയാളെ കൊല്ലാൻ വേണ്ടി നോക്കുന്നുണ്ട്. സോ ഹി നീഡ്സ് ഹർ ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട്. സോ എലിസബത്ത് പെട്ടെന്ന് ചാടി വീഴും. കാരണം എലിസബത്ത് എന്ന് പറയുന്നത് ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, ഭയങ്കരമായിട്ട് എനർജി ഉള്ള, ഭയങ്കരമായിട്ട് എല്ലാം കണ്ടെത്തണം അങ്ങനെയുള്ളൊരു ആളാണ്. സോ അവളും അവളുടെ ഗ്യാങ്ങും തമ്മിൽ കൂടിച്ചേരുകയാണ് ഇതിലെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, ആരാണ് ഇതിന്റെ ഉടമ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവരുടെ മിസ്റ്ററി. ബട്ട് ഇതിനിടയ്ക്ക് ഇവരിലുള്ള ഇബ്രാഹിമിന് ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണ്. സോ ആ ഒരു വൾണറബിൾ ഇമോഷണൽ ആയിട്ടുള്ള സൈഡും ഉണ്ട് ഇതില്. യൂഷ്വലി കോസി മിസ്റ്ററി വായിക്കുമ്പോൾ എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്റ്ററി ഭാഗത്തിൽ ഞാൻ കൂടുതൽ ഇൻവെസ്റ്റഡ് ആവില്ല. ബിക്കോസ് അത് അത്രയും സീരിയസ് ആക്കി എടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. കാരണം അതിൽ എങ്ങനെ വന്നാലും അതെങ്ങനെയെങ്കിലുമൊക്കെ സോർട്ടഡ് ആവും. അല്ലെങ്കിൽ ത്രില്ലർ ബുക്സ് വായിക്കുമ്പോഴുള്ള ആ ഒരു സീരിയസ്നെസ് എനിക്ക് ഉണ്ടാവാറില്ല. സോ അതന്നെയാണ് ഇതിൽ സംഭവിച്ചത്. ഐ റിയലി ലവ് ദ ക്യാരക്ടേഴ്സ്, ഹൗ ദേ ഡു തിങ്സ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് ദ മിസ്റ്ററി ഭാഗത്തിൽ ഐ ആം നോട്ട് ഇൻവെസ്റ്റഡ്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ഫസ്റ്റ് ബുക്കിനേക്കാളും ഞാൻ കുറച്ചുകൂടെ എൻജോയ് ചെയ്തു. ബിക്കോസ് ഫസ്റ്റ് ബുക്കിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ആൻഡ്
അറ്റ് എ ടൈം ഒരുപാട് ക്യാരക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ആയപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബട്ട് ഇൻ ദിസ് വൺ ഐ റിയലി നോ മോസ്റ്റ് ഓഫ് ദ ക്യാരക്ടേഴ്സ്. അപ്പോൾ അവരെ ഫോളോ ചെയ്യാൻ കുറച്ചും കൂടെ രസമായിരുന്നു. ഓൾസോ എലിസബത്തിൻ്റെയും ജോയ്സിൻ്റെയും റോണിൻ്റെയും ഇബ്രാഹിമിൻ്റെയും അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ്, അവരുടെ ആ ഒരു ക്യാരക്ടർ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു കെമിസ്ട്രിയാണ് അവർ 4 പേരും തമ്മിലുള്ളത്. ആൻഡ് എലിസബത്തിൻ്റെ ആ ഒരു ഡ്രൈവ് ടു ഫൈൻഡ് എവറിത്തിങ്, അവള് ഇങ്ങനെ സ്റ്റക്കായിരിക്കുമ്പോഴാണ് എപ്പോഴും ജോയ്സിനൊരു ക്ലെവർ ഐഡിയ ഉണ്ടായിരിക്കും. ലൈക്ക് ജോയ്സ് ആണ് അൾട്ടിമേറ്റ്ലി എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ക്രാക്ക് ചെയ്യുക മിസ്റ്ററി. സോ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഭയങ്കരമായിട്ട് വർക്കായി. സോ ദിസ് വാസ് എ 3.5 സ്റ്റാർ റേറ്റ്. The last but the least is If You Had Been With Me. ഞാൻ 7 Years Slip വായിച്ചതിന് ശേഷം ഐ വോണ്ടഡ് റിയലി ടു റീഡ് സം റൊമാൻസ് ബുക്ക്. ഞാൻ ആ ഒരു മൂഡിലായിരുന്നു റൊമാൻസ് ബുക്കിൻ്റെ. അങ്ങനെയാണ് ഞാൻ If You Had Been With Me എൻ്റെ ലൈബ്രറിയിൽ കണ്ടത്. ആൻഡ് ദെൻ ഐ ഇഷ്യൂഡ് ഇറ്റ്. സോ ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഓട്ടം ആൻഡ് ഫിന്നി. അവർ 2 പേരുടെയും മദേഴ്സ് ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അവർ നെയ്ബേഴ്സ് ആണ്. ഓൾസോ അവർ ഗ്രൂ അപ്പ് ടുഗെദർ. ചെറുപ്പം തൊട്ടേ അവർ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അവരെല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒപ്പമാണ്, എല്ലാം സ്കൂളിലൊപ്പം എല്ലായിടത്തും അവരൊപ്പമാണ്. സോ അവരുടെ പാരൻസ് എന്ന് പറയുന്നത് ഭയങ്കര സപ്പോർട്ടീവാണ് അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ. ഓൾസോ അവർക്ക് വൺ ഡേ അവർ ഇമാജിൻ ചെയ്യുന്നുണ്ട് ലൈക്ക് ഇവർ 2 പേരും മാരി ചെയ്യുന്നവരെ. ബട്ട് ദെൻ അൺഫോർച്ചുനേറ്റ്ലി അവർ ഒരു പ്രായം ഹൈസ്കൂളിലൊക്കെ എത്തുമ്പോൾ അവർ തമ്മിലൊരു ഓക്വേർഡ്നെസ്, ലൈക്ക് വലുതാവുമ്പോൾ അവർ സ്കൂളിൽ ഫ്രണ്ട്സ് ആണെന്ന് പറയാൻ, ലൈക്ക് ഞങ്ങൾ മുന്നേ പരിചയമുള്ളവരാണെന്ന് പറയാനുള്ളൊരു കുറവ് കാരണം അവർ തമ്മിൽ എന്താ പറയുക ഒരു വിള്ളൽ വരികയാണ്. സോ ദേ ഗ്രോ അപ്പാർട്ട് ആൻഡ് ദേ ആർ ഡേറ്റിംഗ് ഡിഫറെൻറ്റ് പീപ്പിൾ. ആൻഡ് ബട്ട് ഡീപ്പ് ഡൗൺ ദേ ന്യൂ ലൈക്ക് അവർ 2 പേരുമാണ് അവരുടെ കംഫർട്ട് സോണെന്നും ലൈക്ക് എവിടേക്കോ അവർക്ക് അവരോട് തന്നെയാണ് ഇഷ്ടം, ലൈക്ക് അവർക്ക് ഇഷ്ടമാണ് എന്നൊക്കെ ഉള്ളത് അവർക്ക് ഡീപ്പ് ഡൗൺ അറിയാം. ബട്ട് ദേ ആർ നോട്ട് റെഡി ടു എന്താ പറയുക അതിനെ അക്നോളജ് ചെയ്യാൻ അവർ റെഡിയല്ല. സോ ഇത് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് സിമിലർ ടു നിറം അല്ലെങ്കിൽ ജാനൊക്കെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബട്ട് ദെൻ ദേ ഗെറ്റ് ടു റിയലൈസ് ലൈക്ക് അവർക്ക് തമ്മിൽ ഇഷ്ടമാണെന്നുള്ളതൊക്കെ അവർ തന്നെ റിയലൈസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ബുക്കാണ്. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഐ റിയലി ലവ്ഡ് ദ മെയിൽ ക്യാരക്ടർ. ഫീമെയിൽ ക്യാരക്ടർ ഓട്ടം കുറച്ച് എന്താ പറയുക ബോറിംഗ് ആയിരുന്നു, കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിരുന്നു ചില സമയത്ത്. അതുപോലെ അവളുടെ ചില ഡിസിഷൻസ് ഒക്കെ കുറച്ച് ഡംബായിട്ട് തോന്നി. കാരണം ഇതിൽ മെയിൽ ക്യാരക്ടർ കുറച്ച് മുന്നേ സിഗ്നൽസ് കൊടുത്തിരുന്നു ലൈക്ക് അവനക്ക് അവളോട് ഇഷ്ടമുണ്ട് എന്നുള്ള രീതിയിൽ. ബട്ട് അവൾ അതൊക്കെ ഭയങ്കരമായിട്ട് നെഗ്ലക്ട് ചെയ്ത പോലെ. സോ അങ്ങനത്തെ കുറച്ച് ഡംബ് കാര്യങ്ങൾ അവൾ ചെയ്യുന്നുണ്ട്. സോ അത് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് വാസ് എ ഗുഡ് വൺ. സോ ദിസ് വാസ് 4 സ്റ്റാർ റീഡ്. സോ മുന്നേ പറഞ്ഞ പോലെ എനിക്ക് ഈ ജൂലൈയിൽ അത്യാവശ്യം നല്ല 5 സ്റ്റാർ പൊട്ടൻഷ്യലുള്ള ബുക്സ് വായിക്കണം എന്നുണ്ട്. സോ ഡ്രോപ്പ് യുവർ കമൻറ്റ്സ്. നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ 5 സ്റ്റാർ കൊടുത്തത് കമൻറ്റ് ചെയ്യുക പ്ലീസ്. ഐ വിൽ ചെക്ക് ഇറ്റ് ഔട്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ വീഡിയോ. ഞാൻ ഈ ചാനലിൽ ബുക്ക് റിവ്യൂസ്, ബുക്ക് റെക്കമെൻഡേഷൻസ് ഒക്കെയാണ് ചെയ്യാറ്. സോ ഇഫ് യു ലവ് മൈ കോണ്ടന്റ് പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഐ വിൽ സീ യു വിത്ത് അനദർ വൺ. ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.